ഈ ലൈഫ് എത്ര പാഴാണെന്ന് ചിന്തിക്കാനും മാത്രം പ്രശ്നമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ മിസ്സാക്കരുത്. ഇത് നമുക്കുള്ള വീഡിയോ ആണ്. പണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങളെന്നല്ല, ചെറിയൊരു മോഡേൺ വേർഡ് യൂസ് ചെയ്യണം ആ അവസ്ഥയെപ്പറ്റി പറയാൻ. പക്ഷേ അതിവിടെ ഇപ്പോൾ വേണ്ട. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെല്ലാം PCM സ്കോളർഷിപ്പ് കിട്ടി. 1 അല്ല 2 വട്ടം, 3ലും 4ലും. കൂടെ എഴുതി എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് ക്ലാസ്സിലെ മിടുക്കിനപ്പുറം പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒന്നും കിട്ടിയില്ല. 10ൽ വന്നപ്പോഴും +2 വന്നപ്പോഴും സെയിം അവസ്ഥ. കേവലം ഒരു A+നാണ് എൻ്റെ പടം പത്രത്തിൽ നിന്ന് മിസ്സായി പോയത്. A+കളുടെ കാലം അവിടെ തീർന്നു. പിന്നെ അങ്ങോട്ട് സപ്ലികളുടെ കാലമായിരുന്നു. +2 കഴിഞ്ഞ് പിന്നെ എടുത്ത കോഴ്സ് DCA. അത് തൊട്ട് ഡിഗ്രിക്ക് എടുത്ത ഫിസിക്സിൽ വരെ സപ്ലികളോട് സപ്ലികൾ. സപ്ലി എഴുതി തീർത്തപ്പോൾ ദേ വരുന്നു അടുത്ത പുകില്. വിപ്ലവകരമായ ഒരു കല്യാണം. അച്ഛനും അമ്മയും എതിർത്തു. എൻ്റെ വീട്ടിൽ പ്രേമം പറയാൻ വന്ന അബിയുടെ കൂടെ അച്ഛൻ നോ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങി ഇറങ്ങി അന്ന് തന്നെ. പിന്നെ നീണ്ട 3-4 വർഷത്തെ സ്ട്രഗിള്. അതിനിടയിൽ കംപ്ലീറ്റ് ആവാത്ത കോഴ്സുകൾ, ജോലികൾ, കംപ്ലീറ്റ് ആയ ചില സ്കില്ലുകൾ, പഠനങ്ങൾ. ഒടുവിൽ ദേ ഇപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഒരു കുട്ടി കൂടി ജീവിതത്തിലേക്ക്. മൊത്തത്തിൽ നോക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ലാത്ത ഭാഗ്യം കെട്ടൊരു പെണ്ണ് എന്ന് തന്നെ പറയാവുന്ന ലൈഫാണെന്ന് തോന്നുമെങ്കിലും 4ാം ക്ലാസ്സിൽ കിട്ടിയ LSS, 7ാം ക്ലാസ്സിൽ കിട്ടിയ USS, +2ന് റീവാലുവേഷന് കൊടുത്ത് കിട്ടിയ ഫുൾ A+, ആഗ്രഹിച്ച കോളേജ് ഫിസിക്സിന് അഡ്മിഷൻ, എല്ലാം മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ട്ണർ, പ്രഗ്നൻസി ടൈമിൽ സകല പിണക്കോ മറന്ന് സഹായിച്ച എൻ്റെ വീട്ടുകാർ, മിറാക്കിൾ പോലെ ഹെൽത്തി ആയിട്ടൊരു ബേബി. എൻ്റെ അമ്മയോട് ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർത്തു പോവാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മൂൻ്റെ, അതായത് എൻ്റെയൊക്കെ ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ചില പ്രിവിലേജുകൾ മറ്റാരുടെയൊക്കെയോ സ്വപ്നങ്ങളാണ്. സോ കിട്ടുന്ന എന്തിനേയും പോസിറ്റീവായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണുക. അപ്പോൾ ബൈ.